നമസ്കാരം. വേണ്ടതിലധികം വിവരം വെച്ചുപോയി എന്നത് മാത്രമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമൊക്കെയായ AK ബാലൻ്റെ ഏക പ്രോബ്ലം. തിരഞ്ഞെടുപ്പിനിടയിൽ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയപ്പോൾ ബൈബിളിൽ 7-ാം ദിവസം ദൈവം പോലും വിശ്രമിച്ചില്ലേ എന്ന് ചോദിച്ച ബാലൻ അതുകൊണ്ട് തന്നെയാകും വടകര MP ഷാഫി പറമ്പിൽ ലോക്സഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തതിൽ കുണ്ഠിതനാണ് അദ്ദേഹം. നിയമസഭയിൽ 3 തവണയും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയ ഷാഫി പറമ്പിൽ ലോക്സഭയിൽ ദൃഢപ്രതിജ്ഞ ചെയ്തതാണ് ബാലനെ വെകിളി പിടിപ്പിച്ചത്. സത്യത്തിൽ ബാലൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഷാഫി എന്ന ചെറുപ്പക്കാരൻ്റെ ബാലാരിഷ്ടത മാറി തന്നെപ്പോലെ വിവരം വെച്ചു വരുന്നു എന്ന് മനസ്സിലാക്കി സന്തോഷിക്കുകയായിരുന്നു നിരീശ്വരവാദി കൂടിയായ ബാലൻ ചെയ്യേണ്ടിയിരുന്നത്. എന്താണ് ബാല ഇങ്ങനെയൊക്കെ? ദൈവം സത്യമാണ് എന്ന് പറഞ്ഞ ഗാന്ധിജി പോലും കുറച്ചു കഴിഞ്ഞപ്പോൾ സത്യമാണ് ദൈവം എന്ന് മാറ്റി പറഞ്ഞില്ലേ? ഇതൊക്കെ വളരെ നന്നായി അറിയാവുന്ന ബാലൻ പേര് ബാലൻ എന്നാണെങ്കിലും ഇങ്ങനെ കുട്ടിത്തം വിളമ്പരുത്. മറ്റുള്ളവർക്ക് അത് വിഡ്ഢിത്തമായി തോന്നും. ഒന്നുമില്ലെങ്കിലും ഷാഫിയുടെ പാർട്ടിയല്ലേ ബാലൻ്റെ പാർട്ടിയെ ഈനാമ്പേച്ചിയിൽ നിന്നും മരപ്പട്ടിയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തിയത്. ചുമ്മാ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അതെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കണ്ടേ? നിയമസഭയിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത ബാലൻ്റെ പാർട്ടിയിലെ നിരീശ്വരവാദികളായ MLA-മാരിൽ പലരും ദേവസ്വം ബോർഡിലും വഖഫ് ബോർഡിലുമൊക്കെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തല്ലേ അധികാരത്തിലേറിയത്? കുടുമയുണ്ടേൽ എങ്ങനെയും കെട്ടാം എന്ന് പറഞ്ഞതുപോലെ ദൈവമുണ്ടേൽ എങ്ങനെയും ആകാം എന്നാണല്ലോ രാഷ്ട്രീയ പ്രമാണം. എന്തു പറയാനാണ്? മർമ്മമറിയാവുന്നവന് അടിക്കാനാവില്ല എന്ന് പറഞ്ഞതുപോലെ വിവരം കൂടുന്തോറും ബാലന് കാര്യവിവരം കുറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. AK ബാലൻ്റെ ചോദ്യം ഉന്നം വെച്ചത് ഷാഫി പറമ്പിലിനെ ആണെങ്കിലും ആ ചോദ്യത്തിൻ്റെ പിന്നാലെ കടന്നു വരുന്ന ഒരു യഥാർത്ഥ ചോദ്യമുണ്ട്. സത്യത്തിൽ എന്തിനാണ് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ദൈവങ്ങളെ ഇങ്ങനെ വലിച്ചിഴയ്ക്കുന്നത്? വിശ്വാസികളും അവിശ്വാസികളും അല്പവിശ്വാസികളും എല്ലാം കൂടി തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ എങ്ങനെയാണ് സ്വന്തം ദൈവത്തിൻ്റെ പേരിൽ മാത്രം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഏതു സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരായാലും എല്ലാവരും ദൃഢപ്രതിജ്ഞ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് അതിൻ്റെ മര്യാദ. ഭരണഘടനയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ദൈവമെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റ് ദൈവങ്ങളുടെ പേരിലുള്ള ഈ സമുദായ പ്രീണനം? ഇനി മുതൽ ദൃഢപ്രതിജ്ഞ മാത്രമേ പാടുള്ളൂ എന്നൊരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി AK ബാലന് തന്നെ നിയമ പോരാട്ടത്തിന് ഇറങ്ങാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിൽ ബാലൻ സഖാവും ഒരു ദൈവമാകും. അതിനാൽ സ്വന്തം വിശ്വാസങ്ങളും ദൈവങ്ങളും അംഗങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ആ ദൈവങ്ങളെ സഭയിലേക്ക് കൊണ്ടുവരരുത്. വോട്ടർമാരുടെ കണ്ണുകളിൽ ദൈവത്തെ കാണുകയാണ് ജനപ്രതിനിധികളുടെ ഏറ്റവും വലിയ കർത്തവ്യവും ഉത്തരവാദിത്വവും. അതാകട്ടെ അംഗങ്ങളുടെ മതവും ദൈവവും.